അയാൾ നമ്മളപ്പോ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് എന്ന അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൂളംസ് ലോ. കൂളംസ് ലോ കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേഷനറി ചാർജസ്, അതായത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത്. സ്റ്റേഷനറി ചാർജസ് Q1 ആൻഡ് Q2, അതായത് റെസ്റ്റിലുള്ള രണ്ട് ചാർജസ്. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് R ആണെന്ന് കരുതുക. R അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ചാർജസ് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് എത്രയാണെന്ന് പറയുന്നതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. അപ്പോ കൂളംസ് ലോ states that the force between two stationary electric charges placed at a distance r is directly proportional to the product of the charges and inversely proportional to the square of the distance between them. കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേഷനറി ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ആണ് പറയുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് Q1, Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ എഴുതാം: F പ്രൊപ്പോർഷണൽ ടു Q1, Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. Q1, Q2 divided by R square. അപ്പൊ ഈ പ്രൊപ്പോർഷണൽ ടു മാറ്റുമ്പോ, ഈക്വൽ ടു ആക്കി മാറ്റുമ്പോ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1/4π എപ്സിലോൺ ഇൻറ്റു Q1, Q2 ബൈ R സ്ക്വയർ എന്നാണ്. ഇവിടെ നമ്മൾ കേൾക്കാത്തൊരു പദമുള്ളത് എപ്സിലോൺ എന്നുള്ളതാണ്. എപ്സിലോൺ എന്ന് പറയുന്നത് ദ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം where this charge is placed. ഈ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് ചാർജും കൂടി പ്ലേസ് ചെയ്തിരിക്കുന്നത് എയറിലോ അല്ലെങ്കിൽ വാക്വത്തിലോ ആണെങ്കിൽ, എയറിലോ വാക്വത്തിലോ ആണെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എപ്സിലോൺ 0 ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ വി കൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് F is equal to 1/4π epsilon 0 Q1 Q2 divided by R square. Above the force between two electric charges placed at a distance of R in vacuum is equal to 1/4π epsilon 0 Q1 Q2 divided by R square. ഈ 1/4π epsilon 0 നമ്മള് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് 9 into 10⁻⁹ എന്നാണ് കിട്ടുന്നത്. 9 into 10⁻⁹ Q1 Q2 by R square. So F is equal to 9 into 10⁻⁹ Q1 Q2 divided by R square എന്നാണ്. അതായത് കൂളംസ് ലോ പ്രകാരം രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സ് പറയുന്നത് 9 into 10⁻⁹ Q1 Q2 by R square provided the two charges are placed in air. Okay, അപ്പൊ ഇതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. ഇനി ഈ കൂളംസ് ലോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. ഈ Q1 Q2, Q1 എന്ന് പറയുന്നത് ചാർജാണ്, ഒരു ചാർജാണ്. Q2 എന്ന് പറയുന്നത് അനദർ ചാർജാണ്. അപ്പൊ നമ്മള് Q1 എന്ന് പറയുന്നത് ഒരു 1 കൂളംബ് എടുക്കാം, Q2 എന്ന് പറയുന്നതും ഒരു 1 കൂളംബ് എടുക്കാം. അത് രണ്ട് ചാർജ് ഈക്വൽ. ദെൻ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ എടുക്കാം. അപ്പോ ഞാൻ Q1 എന്ന് പറയുന്ന, അതായത് 1 കൂളം ചാർജ് എടുത്തു, വേറൊരു 1 കൂളം ചാർജ് എടുത്തു. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ് നിൽക്കുക. അപ്പൊ ഫോഴ്സ് എത്രയായി? ഇപ്പോ ഫോഴ്സ് F is equal to 9 into 10⁻⁹ Q1 എന്ന് പറയുന്നത് 1, Q2 എന്ന് പറയുന്നത് 1, R എന്ന് പറയുന്നത് 1. So 1 square is equal to 1.
So F is equal to 9 into 10 raised to 9 Newton എന്നാണ്. Force is equal to 9 into 10 raised to 9 Newton. So we can define 1 coulomb from this equation. എങ്ങനെ അപ്പൊ ഡിഫൈൻ ചെയ്യാം? 1 coulomb എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 coulomb is the force between two charges placed at a distance of 1 meter. അല്ലേ? ആ ചാർജസിന്റെ പ്രത്യേകത എന്താ? The charges will be unit charges. So we can define 1 coulomb as the charge which when placed in air at a distance of 1 meter, at a distance of 1 meter from an equal charge, repels with a force 9 into 10 raised to 9 Newton. 1 coulomb is the charge which when placed in air at a distance of 1 meter from the same charge repels with a force 9 into 10 raised to 9 Newton. അതായത് 1 coulomb എന്ന് പറയുന്നത് ഒരു ചാർജ് ആണ്. 1 coulomb എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. 1 coulomb എന്ന് പറയുന്ന ചാർജ് ഒരു ചാർജിൽ നിന്ന് മറ്റൊരു ചാർജിനെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ, എയറിൽ 1 മീറ്റർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചാർജിനെ ഇത്രയും ഫോഴ്സ് കൊണ്ട് 9 into 10 raised to 9 ന്യൂട്ടൺ കൊണ്ട് റിപ്പൽ ചെയ്യുന്നുവെങ്കിൽ ആ ചാർജിനെയാണ് നമ്മൾ 1 coulomb എന്ന് പറയുന്നത്. സോ F is equal to 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കിട്ടുന്നു. ഇനി ഇവിടെ നമ്മള് എപ്സിലോൺ എന്ന് പറയുന്ന മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണെന്ന് പറഞ്ഞു. എപ്സിലോൺ എന്ന് പറയുന്നത് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. അപ്പൊ എപ്സിലോൺ is equal to epsilon r into epsilon 0 എന്ന് നമുക്ക് പറയാം. epsilon r എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് epsilon 0 എന്ന് പറയുന്നത് എയറിന്റെ പെർമിറ്റിവിറ്റി. സോ വി can write relative permittivity epsilon r is equal to epsilon divided by epsilon 0. epsilon divided by epsilon 0. ഇതിനാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് തന്നെ നമ്മള് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് കൂടി പറയും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ ചില പ്രോബ്ലത്തിലൊക്കെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞിട്ടാണ് തരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്നാണ് ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ we can write this equation as F is equal to 1 by 4 pi epsilon എന്നാണ് പറഞ്ഞത്. അപ്പൊ 1 by 4 pi epsilon 0 epsilon r into q1 q2 divided by r square എന്നായിരിക്കും ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരും. 1 by 4 pi epsilon 0 epsilon r q1 q2 divided by r square. Okay, so this is the Coulomb's law. അപ്പൊ ഇത് നോക്കുമ്പോ നിങ്ങൾക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? പണ്ടത്തെ +1 ഏതോ ഒരു ഇക്വേഷനുമായിട്ട് ഇതിന് ഒരു ബന്ധമുണ്ടോ എന്നൊരു തോന്നല് അല്ലെ? ചെറുതായിട്ടൊരു തോന്നലുണ്ട്. ഓക്കെ, എവിടുന്നോന്ന് ആർക്കോ ഒന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആ തോന്നല് ശരിയാണ്, വളരെ കറക്റ്റ് ആണ്. കൂളംസ് ലോ ആരോ ആയിട്ട് ബന്ധമുണ്ട് എന്നൊരു തോന്നൽ. ആ തോന്നൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങള് കൂളംസ് ലോ പഠിക്കുന്നതിന് മുമ്പ് +1 ഗ്രാവിറ്റേഷൻ ലോ പഠിച്ചിരുന്നു അല്ലെ? ഗ്രാവിറ്റേഷൻ ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? Every body attracts each other. The force between two bodies is directly proportional to the product of the masses and inversely proportional to the square of the distance between them. Coulomb's law തന്നെയാണ്. ഇവിടെ മാസ് ആണ് പറയുന്നത്. ഇവിടെ ഗ്രാവിറ്റേഷൻ ലോയില് മാസ് പറയുന്നു, കൂളംസ് ലോയില് ചാർജ് പറയുന്നു. സോ F proportion to m1 m2 and F inversely proportion to 1 by r square. ഇതിനെ നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ട് വൈൻഡ് ചെയ്ത് നോക്കുക, റീവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പോ കിട്ടും F is equal to g m1 m2 divided by r square. divided by r square നമുക്ക് കിട്ടിയിരുന്നു. G is the gravitational constant. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് കിട്ടി. ഇലക്ട്രോസ്റ്റാറ്റിക്
force between two charges എന്ന് പറയുന്നത് 9 into 10 raised to 9 Q1 Q2 divided by R square. Okay. Then gravitation force between two charges. Gravitation force between two charges. ഇവിടെ നമ്മൾ ഒരു ചാർജ് ഇലക്ട്രോണും ഒരു ചാർജ് പ്രോട്ടോൺ ആയി എടുക്കുക. ഒരു ചാർജ് ഇലക്ട്രോണും ഒരു ചാർജ് പ്രോട്ടോണും. അപ്പോ നമുക്ക് പറയാം this gravitation force is equal to G. G ന്റെ വാല്യൂ എത്രയായിരുന്നു? 6.7 into 10 raised to minus 11. 6.7 into 10 raised to minus 11. Then M1 എന്ന് പറയുന്നത് mass of proton. Then M2 എന്ന് പറയുന്നത് mass of electron divided by R square. അപ്പൊ രണ്ട് ഫോഴ്സും കിട്ടി. അതായത് ഒരു പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കിട്ടി, അതേപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കിട്ടി. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം രണ്ടും തമ്മില്. എങ്ങനെ കമ്പയർ ചെയ്യാം? ഇവിടെ Q1 എന്ന് പറയുന്നത് പ്രോട്ടോൺ, മാസ് ഓഫ് പ്രോട്ടോൺ, ചാർജ് ഓഫ് പ്രോട്ടോൺ. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 അല്ലെ? 1.6 into 10 raised to minus 19 കൂളംബ് ആണ് ചാർജ് ഓഫ് പ്രോട്ടോൺ QP എന്ന് പറയുന്നത്. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? ചാർജ് ഓഫ് ഇലക്ട്രോൺ അത് തന്നെയാണ്. QE എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 കൂളംബ്. ഒരു നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും. ദെൻ മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാ? മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് this is equal to 1.67 into 10 raised to minus 27 kilogram. 1.67 into 10 raised to minus 27 kilogram. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31 kilogram. 9.1 into 10 raised to minus 31 kilogram. ഇവിടെ നോക്കാം മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.67 into 10 raised to minus 27. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10 raised to minus 31. ആരാ വലുത്? പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ മാസ് കൂടുതൽ? കൂടുതൽ മാസ് ഏതിനാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 1.6 ആണ്, ഇവിടെ 9.1 ആണ്. അപ്പോ ഇവനാണ് വലുത് തോന്നുന്നില്ല. ഇവിടെ 10 raised to minus 27, ഇവിടെ 10 raised to minus 31. minus 31 ആണോ minus 27 ആണോ വലുത്? ഇവനാണ് വലുത്. പ്രോട്ടോൺ ആണ് വെയിറ്റ് കൂടുതൽ. പ്രോട്ടോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ വെയിറ്റിനെക്കാളും 1836 ടൈംസ് ആണ്. 1836 ടൈംസ് ME. ഇലക്ട്രോണിന്റെ മാസിന്റെ 1836 ഇരട്ടിയാണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോൺ ആണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഓർത്താൽ മതി. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് എന്ന് പറയുമ്പോൾ ഒന്ന് തന്നെയാണ്. 1.6 into 10 raised to minus 19 കൂളംബ്. ഇനി പ്രോട്ടോണിന്റെ വെയിറ്റ് ആണ് കൂടുതൽ, ഏകദേശം ഇതേ സംഖ്യ തന്നെയാണ് വരുന്നത് 1.67. പിന്നെ എന്ത് ചെയ്താൽ മതി? into 10 raised to minus 27 ആണ് ഓർത്തേക്കുക. 10 raised to minus 27. ഓക്കെ. ഇനി വരുന്നത് ഇലക്ട്രോണിന്റെ ആണ്. 9.1 ഓർത്തെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ഇലക്ട്രോണിന്റെ ചാർജിന്റെ നേരെ ഒന്ന് കുത്തനൊന്ന് നോക്കി വെക്കുക. കുത്തൻ എങ്ങനെ ഒന്ന് നോക്കി വെക്കുക. അപ്പോ 9.1 ആണ് അല്ലെ? ഇതൊന്ന് തിരിച്ച് തലച്ച് ഇങ്ങനെ ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ 9.1 ആണ്. അപ്പൊ 10 raised to minus 31. 10 raised to minus 31. ഇനി നേരത്തെ നിങ്ങള് ഒരു G പണ്ടൊന്നും പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ല, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് G. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് G എന്ന് പറയുന്നത് എത്രയാണ്? അതും ഇതിൽ തന്നെ കണ്ടെത്താം. കണ്ടോ? പ്രോട്ടോണിന്റെ മാസിൽ ഞാൻ പറഞ്ഞു 1.67 എന്ന് പറഞ്ഞു. അവിടെ 67 കിടക്കുന്നു. അപ്പൊ 6.7 into 10 raised to minus 11. അതാണ് G എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ ഈ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. Q is equal to 1.6 into 10 raised to minus 19. MP is equal to 1.67 into 10 raised to minus 27. QE electron charge 1.6 into 10 raised to minus 19. Mass of electron 9.1 into 10 raised to minus 31. G is equal to 6.7 into 10 raised to minus 11. അപ്പൊ അങ്ങനെയാണെങ്കിൽ FE by FG ആണ് 9.10 raised to 9 into Q1 Q2 divided by R square
whole divided by 6.7 into 10 to the minus 11 MPME divided by R square എന്ന് കിട്ടും. അപ്പൊ ഈ വാല്യൂ ഒക്കെ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ വാല്യൂ എല്ലാം കൂടെ നമ്മൾ അതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നത് 2.4 into 10⁻39 ആയിരിക്കും. ഈ റേഷ്യോ FE by FG എന്ന് പറയുന്നത് 2.4 into 10⁻39. That means the electrostatic force Fe is far greater than the gravitational force between an electron and a proton. Electron and proton ഇടയിലുള്ള electrostatic force 2.4 into 10⁻39 times ആണ് ഏതിന്റെ, അതിനിടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ 2.4 into 10⁻39 times ആണ്. Fe is far greater than Fg എന്ന് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. കൂളംസ് ലോ, അത് രണ്ട് കൂളംസ് ലോയും അതേപോലെ ഗ്രാവിറ്റേഷൻ ലോയും തമ്മിലുള്ള റിലേഷൻ. കൂളംസ് ലോ നമുക്ക് വെക്ടർ ഫോമില് എങ്ങനെ പറയാൻ നോക്കാം. വെക്ടർ ഫോം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇതിന് ഒരു വെക്ടർ കൂടെ കൊടുക്കണം എന്നുള്ളൂ. Q1 Q2 എന്ന് പറഞ്ഞ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ആകെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ഈ ഡിസ്റ്റൻസിന്റെ ആ ഡയറക്ഷൻ പറയണമെന്നുള്ളൂ, യൂണിറ്റ് വെക്ടർ ഏത് ഡയറക്ഷനിൽ പറയണമെന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ദിസ് Q1ല് Q2 എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നത് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കുന്നു. സോ F12 ഫോഴ്സ് F12, അതായത് the force exerted on Q1 by the charge Q2 is equal to 1/4π0 Q1 Q2 divided by the distance is indicated as R12 square and the unit vector നമ്മൾ അവിടെ ഇങ്ങോട്ടാണ് ആക്കുന്നത് R21. So this is the vector form of Coulomb's law. F12 is equal to 1/4π0 Q1 Q2 divided by R12 square unit vector R21. ഇത് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. 1/4π0 Q1 Q2 by R square എന്നുള്ളതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി കൂളംബ്, 1 കൂളം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു യൂണിറ്റ് ആണ്. ചാർജിന്റെ കേസിൽ കൂളം എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് മില്ലി കൂളം എന്ന് പറഞ്ഞ ചെറിയ യൂണിറ്റ് ഉണ്ട്. മില്ലി കൂളം എന്ന് പറയുന്നത് 10⁻³ കൂളംസ്. മൈക്രോ കൂളം ഉണ്ട്. മൈക്രോ കൂളം എന്ന് പറയുന്നത് 10⁻⁻6 കൂളം. നാനോ കൂളം ഉണ്ട് 10⁻⁹ കൂളം. അങ്ങനെ കൂളംസിന് വളരെ ചെറിയ യൂണിറ്റുകൾ ഇനിയും ഉണ്ട്. 1 കൂളം എന്ന് പറയുന്നത് വളരെ വലിയൊരു യൂണിറ്റ് ആണ്. അതിനെ വീണ്ടും ചെറുതാക്കി ഇങ്ങനെ നമുക്ക് മില്ലി കൂളം, മൈക്രോ കൂളം, നാനോ കൂളം എന്നിങ്ങനെ ചെറുതാക്കാൻ സാധിക്കും. ഇനി ഇതില് കുറെ ഫോഴ്സുകൾ, കുറെ ചാർജുകൾ ഉണ്ട് വെക്കാം. കുറെ ചാർജുകൾ ഒരു സ്ഥലത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഫോഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ചാർജ് Q1 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ട്. Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഇത്രയും ഇവിടെ ഉണ്ട്. Q3 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ കിടക്കുന്നു. Q4 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഉണ്ട് എന്ന് വെക്കാം. അപ്പോ Q2 എന്ന് പറയുന്ന ഈ ചാർജ് Q1 ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. Q3 വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. Q4 വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എല്ലാം കൂടെ ഉള്ള ഫോഴ്സ്, ഇതെല്ലാം കൂടെ ഉള്ള ഫോഴ്സ് എത്രയായിരിക്കും? അത് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അതായത് ഒന്നുമല്ല, ഒരു ചാർജില് എക്സേർട്ട് ചെയ്യുന്ന വിവിധ ചാർജുകൾ, ഒരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു F12 പ്ലസ് F13 പ്ലസ് F14. അത് ഇൻഡിവിജ്വൽ ഫോഴ്സുകൾ എത്രയാണെന്ന് കാണാം. അതെല്ലാം കൂടി എന്ത് ചെയ്യാം, സം ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക്
Q2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒരു R21 അല്ലെ, R21 ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ആ ഫോഴ്സ് ഇതിലങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സ് Q1 Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F12. ഓക്കെ, ദെൻ Q3 ഇവിടെയാണുള്ളത്. Q3 എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് R31 എടുക്കാം. R31 ആ ഫോഴ്സ് ഇതിലെങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, F13. ദെൻ Q4 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് നമുക്ക് R41 എന്നെടുക്കാം. ആ ഫോഴ്സ് ഇതിലെ ആക്ട് ചെയ്യുന്നു, F14. ഓക്കെ, അപ്പോ ഇതിന്റെ ടോട്ടൽ ഫോഴ്സ്, ഇതിന്റെ എല്ലാം കൂടി ടോട്ടൽ ഫോഴ്സ് പറയുന്നത് ഒന്ന് അങ്ങോട്ട് വലിക്കുന്നു, ഒന്ന് ഇങ്ങോട്ട് വലിക്കുന്നു, ഒന്ന് ഇങ്ങോട്ട് വലിക്കുന്നു. നമുക്കറിയാം, പണ്ട് നമ്മള് കളിക്കുമ്പോ നമ്മളെ ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്റെ കൂടെ വാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചപ്പോ നമ്മള് രണ്ട് കൈയും, നമുക്കാകെ രണ്ട് കൈയേ ഉള്ളൂ. അപ്പൊ രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോ നമ്മള് എങ്ങോട്ടാണ് പോവാറ്, ഏറ്റവും കൂടുതൽ ഫോഴ്സ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ നമ്മൾ പോകും. പക്ഷെ ആ ഡയറക്ഷനിൽ അവൻ വലിക്കുന്ന അതേ ഇതിലായിരിക്കില്ല പോവാ, കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും പോവുക. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഇതിന്റെ വെക്ടർ സം എടുക്കുമ്പോ നമുക്ക് ഈ ഡയറക്ഷൻ, അതായത് ദിസ് F എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ, ഓക്കെ, F1 എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും വരുന്നത്. അതായത് വെക്ടർ സം എടുക്കുമ്പോ പാരലോഗ്രാം മെത്തേഡും മറ്റു മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ, പുതിയ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടെത്തുക. അപ്പോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. The total force exerted on a charge is equal to the sum of the individual forces acting on it. The total force exerted on a charge is equal to the sum of the individual forces exerting on it. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് കേസുകൾ കൂളംസ് ലോ ശ്രദ്ധിക്കണം. കൂളംസ് ലോ എന്ന് പറയുന്നത് എപ്പോഴും applicable to point charges only. നേരത്തെ നമ്മള് Q1 Q2 എന്ന് 2 പോയിന്റ് ചാർജസ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് എപ്പോഴും കൂളംസ് ലോ എന്ന് പറയുന്നത് എപ്പോഴും പോയിന്റ് ചാർജസിന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് the force acting along the line joining the two charges. The force is always acting along the line joining the two charges. Q1 Q2 തമ്മിലുള്ള ഈ ലൈനിൽ കൂടെയാണ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സെൻട്രൽ ഫോഴ്സസ് എന്നാ പറയുക. സെൻട്രൽ ഫോഴ്സ്. The force is always acting along the line joining the two charges, so it is known as central force. അതായത് കൂളംസ് ലോ വഴി കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടും ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ കൂളംസ് ലോ പറ്റി എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചെറിയ ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന പദങ്ങളാണ്. ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ പിടികിട്ടില്ല എങ്കിലും ഞാനൊന്ന് മെല്ലെ കുറച്ചൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചാർജ് ഉണ്ട്, Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്. ഈ Q1 Q2 ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ Q2 ഒരു 10,000 കിലോമീറ്റർ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ Q1 അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യോ? ഇല്ല, ഉറപ്പാണ്. അല്ലെ? നമുക്കറിയാം നമ്മളെ മൊബൈൽ റേഞ്ച്, ഇന്നത്തെ കാലത്ത് നമ്മളെ മൊബൈൽ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ഇല്ല നമ്മൾ പറയാറുണ്ട്. എപ്പോഴാണ് റേഞ്ച് ഇല്ല എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ടവറിന്റെ കീഴില് എത്തുമ്പോഴേ നമുക്ക് സിഗ്നൽ കിട്ടുള്ളൂ. കാരണം അതിന്റെ ഈ ടവറിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടോ ആ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ, ഞാൻ ഇവിടെ ആണെങ്കിൽ എനിക്ക് സിഗ്നൽ കിട്ടും, ഞാൻ ഇവിടെ ആണെങ്കിലോ എനിക്ക് സിഗ്നൽ കിട്ടൂല. അപ്പോ നമ്മൾ ഈ റേഞ്ചിലല്ല എങ്കിൽ സിഗ്നൽ ഒരിക്കലും കിട്ടൂല. ഇതേപോലെ തന്നെയാണ് ഫീൽഡിന്റെ കേസും. ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ചാർജിന്റെ, ഒരു Q1 നടന്ന ചാർജിന്റെ
എഫക്റ്റ് അനുഭവപ്പെടുന്ന മേഖല, ആ എഫക്റ്റ് അനുഭവപ്പെടുന്ന മേഖലക്കുള്ളിൽ ആ മേഖലയാണ് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പോയിന്റ് ചാർജിനും അതിന്റെ എഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു മേഖല ഉണ്ടാകും. ആ മേഖലയാണ് നമ്മൾ അതിന്റെ ഫീൽഡ് എന്ന് പറയുന്നത്. ഫീൽഡ് ഇസ് ദ സ്പേസ് അറൌണ്ട് ദ പോയിന്റ് ചാർജ് വേർ ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഫെൽറ്റ്. അപ്പോൾ എഫക്റ്റ് ഫീൽ ചെയ്യുന്ന ആ സ്പേസിനെയാണ് നമ്മൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും അപ്പൊ അറിയുന്നത്? ഇവിടെ ഫീൽഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫീൽഡ് ഉണ്ടോ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? അവിടെ ചാർജ് വേറൊരു പോയിന്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനെ ഒന്നുകിൽ അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ റിപ്പൽ ചെയ്യണം. Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്നതും സിമിലർ ചാർജസ് ആണെങ്കിൽ ഇത് തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ ഫീൽഡ് ഉണ്ട്. അതേസമയം Q2 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വെച്ചു, അല്ലെങ്കിൽ Q3 എന്ന് പറയുന്നത് ഇവിടെ വെച്ചു. ഇത് തമ്മിൽ യാതൊരു ഫോഴ്സും ഇല്ല, അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, റിപ്പൽസീവ് ഫോഴ്സും ഇല്ല എങ്കിൽ ഇതിന്റെ ഫീൽഡ് ഇവിടെ ഇല്ല, ഈ ചാർജിന്റെ ഫീൽഡ് ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഫീൽഡ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ ഇതിന്റെ ഫോഴ്സ്, ഇവിടെ ഞാൻ ഒരു ചാർജ് ഇവിടെ ചാർജ് കൊണ്ടുവയ്ക്കാണ്. Q2 എന്ന് പറഞ്ഞ ചാർജ് ഇത് സിമിലർ ടു 1 കൂളംബ് ആണ്, ഇതും 1 കൂളംബ് വെച്ച് നിൽക്കുക. നമുക്കറിയാം ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അപ്പൊ Q1 Q2 തമ്മില് റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ ഇവിടെ എത്തുമ്പോ റിപ്പൽഷൻ കൂടുതലാണ്. അതേസമയം അത് ഇത്ര അടുത്തേക്ക് വരുമ്പോ റിപ്പൽഷൻ വീണ്ടും കൂടും. അതായത് ആ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്ന സ്ട്രെങ്ത് കൂടി കൂടി വരികയാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഇതിന്റെ ഫീൽഡ് വളരെ കൂടുതലാണ്. ഇവിടെ ഫീൽഡ് കുറച്ചും കൂടി താരതമ്യേന കുറവാണ്. ഇവിടെ ഫീൽഡ് പിന്നെയും കുറഞ്ഞു, ഇവിടെ ഫീൽഡ് ഇല്ല. അപ്പോ ഒരു സ്ഥലത്ത് ഫീൽഡ് കൂടുതൽ പിന്നെയും കുറഞ്ഞു വരുന്നു, കുറഞ്ഞു വരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രെങ്തിനെ, ഫീൽഡിന്റെ ഈ സ്ട്രെങ്തിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ചാർജിന്റെ അടുത്ത് എത്രയോ, അല്ലെങ്കിൽ ചാർജിന്റെ ഈ സ്ട്രെങ്തിനെ, ഈ ഫോഴ്സിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മള്, ഈ ചാർജ് കാരണം അതിന് ചുറ്റുമുള്ള സ്ട്രെങ്ത് എത്ര ഉണ്ടോ അതിനാണ് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് എത്രയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇക്വേഷൻ വഴി സൂചിപ്പിക്കാം. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ് എന്നാണ്. F/Q എന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എഫിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തെടുക്കാം? ഫോഴ്സ് ന്യൂട്ടൺ അല്ലെ, ന്യൂട്ടൺ. ചാർജ് കൂളാം. അപ്പൊ Nc⁻⁻1 എന്നാണ് അതിന്റെ യൂണിറ്റ് വരിക. ഇതിന്റെ mLT⁻²2 എന്നാണ് നമ്മള് ഫോഴ്സിന്റെ ഡയമെൻഷൻ പഠിച്ച്. Qന്റെ ഡയമെൻഷൻ IT എന്നാണ് പഠിച്ചത്. സോ ദിസ് ബിക്കംസ് mLT⁻3 I⁻⁻1. So we can define the electric field intensity like this. E is equal to F/Q. അപ്പോ F എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു QE. F is equal to QE. The force is equal to charge into electric field intensity. Charge into electric field intensity. So ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കൂളംബ്സ് ലോ വഴി ഫോഴ്സ് ഇസ് ഈക്വൽ ടു 9 × 10⁹ Q1 Q2 ഡിവൈഡ് ബൈ R² എന്നാണ്. Q1 Q2 ഡിവൈഡ് ബൈ R². അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഒരു പോയിന്റ് ചാർജിന്റെ ആണ്. അപ്പോ ഒരു പോയിന്റ് ചാർജ്, അതായത് യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? ഇവിടെ ഞാൻ Q1 എന്നറിയുന്ന ഒരു ചാർജ്, Q1 വേണ്ട Q എന്ന ചാർജ് പ്ലേസ് ചെയ്യുന്നു. ഇവിടുന്ന് അറ്റ് എ ഡിസ്റ്റൻസ് 1 മീറ്റർ ഞാൻ അടുത്തത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് R തന്നെ ആക്കാം. R ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്
പ്ലേസ് ചെയ്യുന്നു. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് തന്നെ 1 കൂളം പ്ലേസ് ചെയ്യുന്നു. 1 കൂളം പ്ലേസ് ചെയ്യുന്നു. സോ ഈ 1 കൂളംബ് ഇതിന് ഈ Q പറയുന്ന ചാർജിന് ഒന്നുകിൽ റിപ്പൽ ചെയ്യും. Q ഈക്വൽ ടു 1 കൂളം ആണെങ്കിൽ റിപ്പൽ ചെയ്യും. Q ഈക്വൽ ടു -1 കൂളം ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് കാരണം, ഈ ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ആണ് ഞാൻ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നമുക്കറിയാം അത് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. ആ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. F is equal to 9 into 10⁻⁹ Q1 എന്ന് പറയുന്നത് Q ആണ്, Q2 എന്ന് പറയുന്നത് into 1 ആണ്, divided by R². അപ്പൊ ഈ F എന്ന് പറയുന്നത് it is electric field intensity. So electric field intensity due to a point charge is equal to 9 into 10⁻⁹ Q divided by R². Electric field intensity E is equal to 9 into 10⁻⁹ Q divided by R². Electric field intensity due to a point charge ആണത്. Due to a point charge is equal to the electric field intensity due to a point charge E is equal to 9 into 10⁻⁹ Q divided by R². അപ്പോ ഇക്വേഷൻ 2 F equal to Q E എന്ന ഇക്വേഷൻ പഠിച്ചു. അതേപോലെ E എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ 9 into 10⁻⁹ Q by R². അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. കൂളംസ് ലോ നമുക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുന്നു. E is equal to 9 into 10⁻⁹ Q1 Q2 by R² എന്നായിരുന്നു കൂളംസ് ലോ. അവിടെ Q2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പുറം F ന് പകരം E വന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is equal to 9 into 10⁻⁹ Q by R². ഓക്കെ, ഇനി ഓരോ ഇതിന്റെ ചുറ്റും ഓരോ ഫീൽഡ്, ഓരോ ഇലക്ട്രിക് ലൈനിന്റെ ചുറ്റും, ഓരോ ഇലക്ട്രിക് ഫീൽഡിന്റെ ചുറ്റും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രിക് ചാർജിന്റെ ചുറ്റും അത് അനുഭവപ്പെടുന്ന ഒരു മേഖല ഉണ്ട് പറഞ്ഞു. അതായത് അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം, ഇതിന്റെ ചിത്രീകരണമാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ചിത്രീകരണം നമുക്കറിയാം. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് ചാർജ്. ഇതൊരു നെഗറ്റീവ് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ്. അപ്പോ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, അതായത് Q greater than 0 അല്ലെ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ Q greater than 0. Q greater than 0 ആണെങ്കിൽ ഇതിന്റെ ചുറ്റും ഉള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിന് പുറത്തേക്കായിട്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, പുറത്തേക്കായിട്ടും കൊടുക്കുന്നത്, പുറത്തേക്ക്. അതേസമയം ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അകത്തേക്കായിരിക്കും വരുന്നത്, അകത്തേക്ക്. അപ്പോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കാം. നെഗറ്റീവ് അകത്തേക്കാണ് വരുന്നത്, പോസിറ്റീവ് ആകുമ്പോൾ പുറത്തേക്കാണ് വരുന്നത്. എനിക്കെപ്പോഴും പോസിറ്റീവ് എനർജി ആണുള്ളത് എന്ന് വെക്കാം. പോസിറ്റീവ് എനർജി ആണെങ്കിൽ എനിക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊടുക്കാൻ സാധിക്കും. ഞാൻ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് സ്വീകരിക്കാനേ പറ്റുള്ളൂ. നോക്കാം, ഇവിടെ എല്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്കാണ് പോകുന്നത്, പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോസിറ്റീവ് ആകുമ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും പുറത്തേക്കാണ് പോകുന്നത്. നെഗറ്റീവ് ആകുമ്പോൾ എപ്പോഴും ലൈൻസ് ഓഫ് ഫോഴ്സ് പറയുന്നത് ഉള്ളിലേക്കാണ് വരുന്നത്. അതായത് Q ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഏത് ചാർജിന്റെയും ഫീൽഡ് ലൈൻസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു പ്ലസ് കൂളംബ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കൂളംബ് ചാർജ് ഉണ്ട്. ഇപ്പൊ ഇത് രണ്ടും ഇത്രയും ഡിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ നോക്കാം. ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ പോസിറ്റീവിന്ന് നമ്മള് നെഗറ്റീവിലേക്ക്, അല്ലെ, പോസിറ്റീവ് എപ്പോഴും പുറത്തേക്കാണ് പോകുന്നത്. പുറത്തേക്ക് പോയാൽ അത് നെഗറ്റീവിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇങ്ങനെ പോകും. ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോ ചിലത് എന്ത് ചെയ്യുള്ളൂ, ഇവിടുന്ന് ഇത്ര എത്തുള്ളൂ, കാരണം ഇവിടെ ഫീൽഡ് ഇല്ല.
ഇവിടെ ഇതിന്റെ രണ്ടിന്റെ ഫീൽഡ് ഇല്ല, അപ്പൊ അത് ഇവിടെ ഉള്ളൂ. മറ്റതോ ഇവിടുന്ന് പുറപ്പെടുന്നത് ഇവിടെ വരുന്നുള്ളൂ, ഇവിടെ രണ്ടിനും ഫീൽഡ് ഇല്ല, അവിടെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, വരക്കാനൊന്നും ഉണ്ടാവില്ല. ഇനി അതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമല്ലല്ലോ വരാം, ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. അപ്പൊ അതൊക്കെ നെഗറ്റീവ് എന്നാണ് വരുന്നതെങ്കിൽ, നെഗറ്റീവിലേക്കാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഇങ്ങോട്ട് വരുന്നു. അതേസമയം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എന്താ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും ഇതിന് പുറത്തേക്ക് പോകുന്നതായിട്ടും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും അതിന് അകത്തേക്ക് വരുന്നതായിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്, ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രോപ്പർട്ടീസില് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് ഞാൻ ഇപ്പൊ വരച്ചതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് ends in negative charge. Start from positive charge and ends in negative charge. രണ്ടാമത്തെ കേസ് നിങ്ങൾ വരച്ചപ്പോൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇറ്റ് വിൽ നെവർ ഇന്റർസെക്ട്. ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, തമ്മിൽ കൂട്ടിമുട്ടില്ല. ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ടാൻജന്റിലാണ് അതിന്റെ ആ ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആക്ട് ചെയ്യുന്നത്. ആ ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജന്റിലൂടെയാണ്. അപ്പൊ ഇപ്പൊ എവിടെയെങ്കിലും ഇതൊന്ന് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, രണ്ടെണ്ണം ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റില് ഇങ്ങോട്ടൊരു ടാൻജന്റ് വരക്കാം, അതേപോലെ നമുക്ക് ഇങ്ങോട്ടൊരു ടാൻജന്റ് വരക്കാം. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഹാസ് ടു ഡയറക്ഷൻ. അത് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നെവർ ഇന്റർസെക്ട്, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. ഇപ്പോ ഒരു സ്ഥലത്ത് ഇവിടെ ഇതിന്റെ അടുത്ത്, ഈ ചാർജിന്റെ അടുത്ത് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതൽ, ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ട്. ഡെൻസിറ്റി ലൈൻസ് ഓഫ് ഫോഴ്സ് കുറെ എണ്ണം വരുന്നുണ്ട് വെക്കാം. അപ്പൊ ഇവിടെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഇന്റൻസിറ്റി കൂടുതലാണെന്നുള്ളത് ഡെൻസിറ്റി ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. അതേസമയം ഇവിടെ ഇത്രയും ഡിസ്റ്റൻസിൽ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്, എന്ന് വെച്ചാൽ അവിടെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോ ഡെൻസിറ്റി ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് the strength of the field. ഇനി നാലാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യൂണിഫോം ഫീൽഡ് ആണ് നിൽക്കാം. എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ഫീൽഡ് ആണ്. ഇത് Q1 എന്ന് പറയുന്ന ചാർജ്, ഇതിന്റെ ഫീൽഡ് അനുഭവപ്പെടുന്ന ഇവിടെയൊക്കെ എല്ലായിടത്തും യൂണിഫോം ആയിട്ടാണ് ഫീൽഡ് അനുഭവപ്പെടുന്നതെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി പാരലൽ. ലൈൻസ് ഓഫ് ഫോഴ്സ് പാരലൽ ആയിരിക്കും. പാരലൽ എപ്പോഴാണെന്ന് പറയണം, ഇൻ എ യൂണിഫോം ഫീൽഡ്. ഒരു ചാർജിന്റെ ഫീൽഡ് യൂണിഫോം, എവിടെയൊക്കെയാണോ ഒരേ ഫീൽഡ് ഉള്ളത് അവിടെയൊക്കെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാരലൽ ആയിരിക്കും. അപ്പോ ഇങ്ങനെ 4 പ്രോപ്പർട്ടിയാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജസ്. will never intersect. Then density indicates the strength of the field. If the field is uniform, the lines of force will be parallel. ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കാം. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഒരു ഇതും കൂടെ അടുത്ത ടോപ്പിക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.